നമ്മളിന്ന് അംഗൻവാടിയിൽ തയ്യാറാക്കുന്ന മുട്ട ബിരിയാണി ഒരു കുട്ടിക്കായിട്ട് മുട്ട ബിരിയാണി തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. ആദ്യമായി വേണ്ടത് കോഴിമുട്ട പുഴുങ്ങിയത് ഒരെണ്ണം. ഇനി നമുക്ക് അംഗൻവാടി വഴി വിതരണം ചെയ്യുന്ന WBNB ഫോർട്ടിഫൈഡ് റൈസ് അത് ഉപയോഗിച്ചാണ് നമ്മൾ മുട്ട ബിരിയാണി വെക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് 50 ഗ്രാമാണ് ഒരു കുട്ടിക്ക് എടുക്കേണ്ടത്. അപ്പോൾ 50 ഗ്രാം എങ്ങനെ എടുക്കാമെന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ എല്ലാ അംഗൻവാടിയിലുള്ള ടീസ്പൂൺ, അതായത് ചെറിയ സ്പൂണ്, അതിനകത്ത് 5 ഗ്രാമാണ് സാധനം കൊള്ളുന്നത്. അപ്പോൾ നമുക്ക് 50 ഗ്രാം അരി എടുക്കുന്നതിനായിട്ട് ഈ 5 ഗ്രാം കൊള്ളുന്ന ചെറിയ ടീസ്പൂൺ 10 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ നമുക്ക് 50 ഗ്രാം അരി ലഭിക്കും. നമുക്കതിപ്പോൾ നോക്കാം 50 ഗ്രാം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. 1 2 3 4 5 6 7 8 9 10. 50 ഗ്രാം അരി ഒരു ടീസ്പൂൺ വെച്ച് 10 പ്രാവശ്യം അളന്ന് 50 ഗ്രാം അരി ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു മാർക്കിംഗ് ഇട്ടിരിക്കുന്നത് അടുത്തുള്ള കടയിൽ പോയിട്ട് 50 ഗ്രാം അളന്ന് മാർക്ക് ചെയ്തുകൊണ്ട് വന്നതാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 50 ഗ്രാം അരി എങ്ങനെ നമ്മൾ അളന്നെടുത്തു എന്നുള്ളത്. അത് ആ സ്റ്റീൽ ടംബ്ലറിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് ആ ടംബ്ലറിൻ്റെ അരഭാഗം നമുക്ക് അരി ലഭിച്ചിട്ടുണ്ട്. അതായത് അര ടംബ്ലർ അരിയാണ് 50 ഗ്രാം എന്ന് കണക്ക് വരുന്നത്. നിങ്ങളുടെ അംഗൻവാടിയിലെ പാത്രം അളന്ന് നമുക്ക് തിട്ടപ്പെടുത്താവുന്നതാണ്. ഇനി വേണ്ടത് സവാള, 10 ഗ്രാം സവാള, ക്യാരറ്റ് 5 ഗ്രാം, ബീൻസ് 5 ഗ്രാം, തക്കാളി 5 ഗ്രാം. ഇതാണ് നമുക്ക് ബിരിയാണിക്ക് ഒരു കുട്ടിക്ക് നൽകാൻ പറഞ്ഞിട്ടുള്ളത്. 10 ഗ്രാം സവാള എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അരി ഇളക്കാൻ ഉപയോഗിച്ച അതേ ടീസ്പൂൺ തന്നെയാണ്. അപ്പോൾ 2 ടീസ്പൂൺ എടുക്കുമ്പോൾ 10 ഗ്രാം എന്ന കണക്കിൽ നമുക്ക് ലഭിക്കും. 1 2 ടീസ്പൂൺ, അപ്പോൾ 10 ഗ്രാം സവാള. ഇനി നമുക്ക് ആവശ്യമായത് ക്യാരറ്റാണ്. അത് നമുക്ക് ആ ടീസ്പൂണിന് തന്നെ അളന്നെടുക്കാം. 5 ഗ്രാമാണ് ക്യാരറ്റ് വേണ്ടത്. ഇനി ബീൻസാണ്. ബീൻസ് 5 ഗ്രാം, അതും ഒരു ടീസ്പൂൺ നമുക്ക് അളന്ന് എടുക്കാം. തക്കാളി 5 ഗ്രാമാണ് പറഞ്ഞിട്ടുള്ളത്. അതും ഒരു ടീസ്പൂണിന് അളന്ന് എടുക്കാവുന്നതാണ്. ഇനി മല്ലിയില ആവശ്യത്തിന് ആണ് ഉപയോഗിക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞത് 1 ഗ്രാമെങ്കിലും മസാലയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക വെള്ളം തിളപ്പിക്കുന്നതിലേക്ക് ഇടാനാണ്. പിന്നെ നമുക്ക് ഈ മസാല വാട്ടാൻ ആവശ്യമായ എണ്ണയാണ്. വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തേക്കുന്നത്. 2 ഗ്രാം എണ്ണയാണ് ഒരു കുട്ടിക്ക് ബിരിയാണി തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ അരി ഇളക്കാൻ ഉപയോഗിച്ച ടീസ്പൂണിൻ്റെ പകുതി, അതിൻ്റെ ഒരു അല്പം കൂടെ കുറച്ചാൽ നിങ്ങൾക്ക് 2 ഗ്രാം എണ്ണ ലഭിക്കും. അത് ഇത്രയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി വെക്കുക. ഇനി അരി കഴുകാനായിട്ട് എടുക്കാം. അംഗൻവാടിയിൽ എല്ലായിടത്തും കുക്കറുള്ളതുകൊണ്ട് കുക്കറിലാണ് ഇന്ന് അരി വേവിക്കുന്നത്. നമ്മൾ അരി അളന്നെടുത്ത ടംബ്ലറിൻ്റെ ആ പാത്രത്തിൽ തന്നെ 3 ടംബ്ലർ വെള്ളം ഞാനിപ്പോൾ അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷമാണ് അരി ഇടേണ്ടത്. ആ വെള്ളത്തിലേക്ക് നമ്മുടെ മസാല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കുക. അതോടൊപ്പം വേറൊരു ചീനച്ചട്ടിയിൽ മസാല വഴറ്റുന്നതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് അരിയിട്ട് അരി വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് വേവിച്ച് എടുക്കാം. സവാള വഴണ്ടതിന് ശേഷം അതിനകത്ത് ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം.
നന്നായി വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി തക്കാളി ചേർക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മുട്ട ചേർക്കാൻ പോവാണ്. മുട്ടയിൽ മസാല പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ആ മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷം മല്ലിയിലയും ചേർത്ത് മസാല മാറ്റി വെക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിനകത്ത് ഗരം മസാല, മീറ്റ് മസാല തുടങ്ങിയ സാധനങ്ങളൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ആ മസാല ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചോറ് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ WBNB അരിയുടെ ഇത് നോക്കുമ്പോൾ പുറമേ വെന്തതായിട്ട് തോന്നുമെങ്കിലും ഉള്ളും കൂടി വെന്തോ നോക്കിയിട്ട് വേണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. നന്നായി വെന്തതിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് ബിരിയാണിയായിട്ട് ഇത് നൽകാൻ പാടുള്ളൂ. ഇനി നമുക്ക് അരി ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തതിന് ശേഷം ബാക്കി ചോറ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏകദേശം ഒരു 25 മിനിറ്റ് എങ്കിലും ആയിട്ടുണ്ട് ഈ അരി ഇത്രയെങ്കിലും ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. കുക്കറിൽ അല്ലാതെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളന്ന് പറ്റിച്ച് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അരി വെള്ളം നോക്കി എടുക്കണം. ഇനി നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലോട്ട് മാറ്റണം എന്നില്ല, നിങ്ങൾ മസാല വഴറ്റിയ പാത്രത്തിൽ തന്നെ അരിയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിങ്ങനെ മാറ്റിയെടുക്കുന്നുള്ളൂ. ആ ചോറിനൊരു മഞ്ഞ കളർ ലഭിക്കാൻ വേണ്ടി ആ മസാല വഴറ്റിയ പാത്രത്തിൽ തന്നെ ആ ചോറിനെ ഇട്ടു. ഊറ്റിയതിന് അതിനകത്തിട്ടൊന്ന് ഇളക്കിയിട്ടാണ് ഞാനിപ്പോൾ ചോറിനകത്തോട്ട് സെറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ അല്പം വെള്ളമായിട്ട് തോന്നും, മുതിർന്നവർക്ക് അത് വെള്ളം ഇതായിട്ട് തോന്നും. പക്ഷേ ഇത് കുട്ടികളുടെ വേവാണ്. ബാക്കി ഉണ്ടായിരുന്ന മല്ലിയിലയും കൂടെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് റൈത്ത ആണ്. നമ്മൾ അരിഞ്ഞപ്പം ഉണ്ടായിരുന്ന ബാക്കി സവാളയും ക്യാരറ്റും തക്കാളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് തൈരും ചേർത്ത് ഉപ്പും ചേർത്താൽ ആ ബിരിയാണിയോടൊപ്പം കഴിക്കാനുള്ള റൈത്തയും കൂടെ തയ്യാറാക്കാം.